അട്ടപ്പാടി മധു വധക്കേസിൽ വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കും. നിയമസഹായം തേടി മധുവിന്റെ കുടുംബം അടുത്ത ആഴ്ച മുഖ്യമന്ത്രിയെ കാണും. സർക്കാർ നിയമസഹായം നൽകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നാണ് മധുവിന്റെ സഹോദരി സരസു വ്യക്തമാക്കിയത്. അപ്പീൽ പോകാതിരിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും സരസു പറഞ്ഞു. ഈ കേസ് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഹുസൈൻ എന്ന പ്രതി മധുവിനെ ചവിട്ടുകയും അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്കുള്ള ശിക്ഷ എന്തായാലും ലഭിക്കണം. സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ്. അവിടെ നിന്ന് അനുവാദം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ മുഖ്യമന്ത്രിയെ കാണും. ഇക്ബാൽ അർക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, മുന്നോട്ട് തന്നെയാണ്, പിന്നോട്ടില്ല ഈ വിഷയത്തിൽ. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അടുത്ത ആഴ്ച മുഖ്യമന്ത്രിയെ കാണുമെന്നും വ്യക്തമാക്കുന്നു. വിവരങ്ങൾ എന്താണ്? ശ്രുതി, 2018 അട്ടപ്പാടിയിൽ വെച്ച ഈ മധു ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ദിവസം മുതൽ തന്നെ മധുവിൻ്റെ കുടുംബം വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു. ആ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോഴാ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസിലെ 16 പ്രതികളിൽ 12 പേർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയത്. ഈ കേസിലെ 16ാം പ്രതിക്ക് ഈ തടവ് ശിക്ഷ 1 വർഷമായി ഹൈക്കോടതി ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിലെ 3 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. 1ാം പ്രതി, 4ാം പ്രതി, 11ാം പ്രതി. പക്ഷേ ഈ 3 പേർക്കും ഈ ശിക്ഷ വാങ്ങി നൽകണമെന്നുള്ളതാണ് മധുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. പ്രത്യേകിച്ചും 1ാം പ്രതി ഹുസൈൻ മധുവിനെ ആക്രമിച്ചു എന്ന് തന്നെയാണ് മധുവിൻ്റെ കുടുംബം ഇപ്പോഴും പറയുന്നത്. മധുവിൻ്റെ സഹോദരി സരസു ഉൾപ്പെടെ പറയുന്നത് ഹുസൈന് ശിക്ഷ വാങ്ങി നൽകണം, അതുപോലെ തന്നെ വെറുതെ വിട്ട മറ്റ് 2 പ്രതികൾക്കും ശിക്ഷ വാങ്ങി നൽകണം. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം. സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടം കൊണ്ടുപോകാനാണ് തങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായത്തിന്, പ്രത്യേകിച്ചും നിയമസഹായത്തിന് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി അടുത്ത ദിവസം തന്നെ കൂടിക്കാഴ്ച നടത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം ഇപ്പോൾ തന്നെ സർക്കാരിന് മുന്നിലേക്കും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മധുവിൻ്റെ കുടുംബം പറയുന്നത്. മധുവിൻ്റെ സഹോദരി സരസ് പറയുന്നത് ഈ അപ്പീൽ പോകാതിരിക്കാൻ വേണ്ടി മുമ്പൊക്കെ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. ആ ഭയമെല്ലാം തങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ നിയമ പോരാട്ടം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങി നൽകണമെന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത്. ഏതായാലും സർക്കാരിൽ വിശ്വാസമുണ്ട്. സർക്കാർ ഈ അപ്പീൽ പോകാനുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് മധുവിൻ്റെ സഹോദരി സരസു ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ശ്രുതി, ശരി. ഇക്ബാൽ അർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.